പ്രഭാസിന്റെ നിലവിലെ ഒറിജിനൽ ഹെയർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. പുള്ളി ബാഹുബലിക്ക് മുൻപ് വരെയും ഏകദേശം ഈ അവസ്ഥയിൽ തന്നെയായിരുന്നു. ശേഷം പുള്ളി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുടി നീട്ടി വളർത്തി പക്ക ഒറിജിനൽ ഹെയർ ആയിട്ടായിരുന്നു ബാഹുബലി ചെയ്തത്. പക്ഷെ പ്രഭാസ് വീണ്ടും അതേ അവസ്ഥയിലേക്ക്. നിലവിൽ അടുത്തിടെ വന്ന എല്ലാ പടങ്ങളിലും പുള്ളി വിഗ് ആൻഡ് ഹെയർ പാച്ചസ് യൂസ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്ന് വെച്ചാൽ, ജനറ്റിക്കായി കഷണ്ടി ഉള്ളവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും ഒരു സമയം കഴിയുമ്പോൾ വീണ്ടും അത് കൊഴിഞ്ഞു പോകും. DHT എന്ന ഹോർമോണാണ് വില്ലൻ. ഒരു പരിധിവരെ അതിനെ ഒഴിവാക്കാനേ പറ്റൂ, പൂർണ്ണമായും പറ്റില്ല. DHT ബ്ലോക്കിംഗ് ഫുഡ്സ് മാക്സിമം കഴിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്ന അവസ്ഥയിൽ എത്തിയെങ്കിൽ ഏറ്റവും മികച്ച ക്ലിനിക്ക് തന്നെ ആശ്രയിക്കുക. വിഷ്ണു ഉണ്ണികൃഷ്ണൻ മുൻപ് ഏതോ ക്ലിനിക്കിൽ ചെയ്തിട്ട് വലിയ റിസൾട്ട് ഇല്ലാതെ ഇപ്പോൾ മൂന്നാമത് ചെയ്തതാണ് നിലവിൽ കാണുന്നത്. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെയർ. ഭംഗിയുടെ കാര്യം വരുമ്പോൾ മുഖം എത്ര കിടു ലുക്കാണെങ്കിലും ഹെയർ ലൈൻ ഒന്ന് കയറിയാൽ എത്രത്തോളം മാറ്റം വരുമെന്ന് നമ്മൾ തന്നെ കാണുന്നു. എന്തിന് 25 ആയവനെ കണ്ടാൽ 35 ആയല്ലേ എന്ന് വരെ ചോദിക്കും. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയ കേരളത്തിലെ ക്ലിനിക്കുകളും സെലിബ്രിറ്റികൾ ചൂസ് ചെയ്യുന്ന ക്ലിനിക്കുകളും ഏതൊക്കെയാണെന്ന് അറിയണോ? ഫുൾ വീഡിയോ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക.